ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീസ് നിലമ്പൂർ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, നാം എല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നു, അതുപോലെ മെസ്സേജുകൾ അയക്കുന്നു. ഈ സമയത്ത് നമ്മളെല്ലാവരും മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടാറുണ്ട്. പല ആപ്പുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് മലയാളം അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി, നമ്മുടെ മൊബൈൽ ഗൂഗിൾ ആ ആപ്പ് താനെ ടൈപ്പ് ചെയ്തു കൊള്ളും. അതാകുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള മടിയുള്ളവർക്കെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഏതായാലും അതിനു മുമ്പ് ഞാനൊരു വിഷയം പറയട്ടെ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വിവരങ്ങൾ, പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ആപ്പ് പരിചയപ്പെടാം. ആപ്പിൻ്റെ പേര് ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ആദ്യം അത് പ്ലേ സ്റ്റോറിൽ പോയി അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ നോക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക ആദ്യത്തെ പേജ്. അതിൽ സ്റ്റെപ്പ് 1 കുറച്ച് സ്റ്റെപ്പുകൾ ഇവിടെ പ്രോസസ്സുകൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ എനേബിൾ ഇൻ സെറ്റിങ്സ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ അതോടുകൂടെ ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നുള്ളത് കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പൂർത്തീകരിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇംഗ്ലീഷ് ഇൻഡിക് ലാംഗ്വേജസ് ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അടുത്തത് സ്റ്റെപ്പ് 3ലേക്ക് എത്തി. അവിടെ നമ്മൾ അക്സെപ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുക. റെഡി ടു ഗോ എന്നുള്ളിടത്ത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുക. ഇവിടെ ചൂസ് യുവർ തീം എന്നെല്ലാം കൊടുത്തിട്ട് അതൊന്നും നമ്മൾ ഒരിക്കലും നമുക്ക് കൂടുതലായി ഉപയോഗിക്കണമെന്നില്ല. അതൊന്നും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇംഗ്ലീഷ് ഇൻഡിക് ലാംഗ്വേജസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രോസസ്സുകളെല്ലാം പൂർത്തീകരിച്ചു. ഇനി നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ച് നോക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ട് ഞാനൊരു മലയാളം വോയിസ് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നമ്മുടെ കീബോർഡ് ഇങ്ങനെയായിരിക്കും വന്നിരിക്കുക. അതിൽ കീബോർഡിൽ നമുക്ക് ഇവിടെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പോലെയുള്ള അതേപോലത്തെ ഒരു ഐക്കൺ ഇവിടെയും കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ നമുക്ക് ആവശ്യം അത് നമ്മൾ പറയുക. ഇവിടെ ഞാൻ എൻ്റെ വാട്സപ്പ് ഓൺ ആക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. കീബോർഡിൽ ഇവിടെ നമുക്ക് വോയിസ് റെക്കോർഡിൻ്റെ അതേ പോലുള്ളൊരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണോ നമുക്ക് പറയേണ്ടത് ടൈപ്പ് ചെയ്ത് അത് കൊടുക്കുക. ഹലോ കണ്ടോ? അത് നമ്മൾ എന്താണ് പറയുന്നത് അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കാണും. ഇതാണ് ഈ ആപ്പ് കൊണ്ടുള്ള ഉപയോഗം. എത്രയോ പെട്ടെന്നാണ് അത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. മാത്രമല്ല, ഇനിയും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൽ സ്ക്രീൻ റെക്കോർഡ് നേരിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു മൊബൈലിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാവരും മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കണം. ബൈ ഫ്രണ്ട്സ്.